ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇനി എടുത്തിട്ടുള്ള നമ്മൾ 2 നേന്ത്രപ്പഴമാണല്ലോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും പഴം മാത്രം ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു പകുതി മാത്രം അരയ്ക്കുന്നുള്ളല്ലോ, അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ തന്നെ മതിയാകും. ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയെ സുഗമമാകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ റവയിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര വേണം. 2 ഉണ്ട ശർക്കരയാണ്. 2 ക്യൂബ് ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മളിവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ തിളച്ച പടി ഒഴിക്കരുത് കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് ചെറിയ തൊട്ടാൽ കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ടാവില്ല. ആ ഒരു ചൂട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നെങ്കിലേ ഉള്ളത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ ശർക്കര പാനി കുടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വീർത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റാണ് കേട്ടോ ഞാൻ വെക്കണത്. ഇനി ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഞാനൊരു 7ഓളം വരുന്ന കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാഷ്യൂനട്ട് ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന അതേ സമയത്ത് ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്ന കിസ്മിസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. 1.5 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ഉടച്ചൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കണ്ടോ, നല്ലതായിട്ട് ശർക്കര പാനിയൊക്കെ വലിച്ചു കുടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ കട്ടയായും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അത് ഒരു 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, തേങ്ങ കുറച്ച് കൂടിയാലും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ഇത് രണ്ടും പൊടിയായിട്ടില്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഏലക്കയുടെ തോലൊന്ന് നീക്കിയിട്ട് വേണം ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയിൽ ആ ഒരു ഏലക്കയുടെ തോല് കടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര കട്ടയായിട്ട് നമുക്ക് വേണ്ട, കുറച്ചൊന്ന് ലൂസാക്കി വേണം. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം മതിയാകും. ഇപ്പം നിങ്ങൾ എടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ടൈറ്റ് ആകുകയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പസോഡ ചേർത്ത് കൊടുത്തത്. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അപ്പസോഡ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പസോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ വറുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അവസാനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് രണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് ചെന്ന് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒന്ന് എന്താ പറയുക ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ആകാതെ അപ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഏതൊരു പാത്രത്തിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. സ്റ്റീലിൻ്റെ പാത്രമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വാഴയിൽ വെച്ചിട്ട് അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതും പഴം വാട്ടിയതും കൂടി ഒന്ന് അടിയിലൊന്നാക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റവയുടെ കൂട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇടയിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. പിന്നെ ഇതൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴവും കാഷ്നട്ടും റൈസിൻസൊക്കെ ഒന്ന് മുകളിൽ കൂടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല, മൊത്തത്തിൽ ചേർത്ത് ഇളക്കി എടുത്താലും മതി. പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു പാത്രം ഇറക്കി വെക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട്. ഇതൊരു 20 മിനിറ്റാണ് കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ബാക്കി സമയം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലുമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റ് കറക്റ്റ് എനിക്ക് കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവകളാണ് റവയും പഴവും എല്ലാം അല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് കട്ട് ഇത് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കാലിയാകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് അത്രക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ അത് നമുക്കിത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെ ചൂടാറി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്ക് പ്രധാനമാണ്, ലൈക്കും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.